ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈത്താക്കാലത്താണ്. സുവിശേഷം നമ്മളിലും നമ്മൾ പറയുന്ന സുവിശേഷം നമ്മളെ കേൾക്കുന്നവരിലും എന്ത് ഫലമുളവാക്കി എന്നുള്ളതാണ് ഈ കൈത്താക്കാലത്ത് നമ്മുടെ ചിന്താവിഷയമെന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു. അതായത് നമ്മളത് ഫലമുളവാക്കണം. ഫലാഗമ കാലമാണിത്. വെറുതെ നമ്മളിങ്ങനെ ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് പറയുന്ന പോലെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമായി സുവിശേഷം മാറാൻ പാടില്ല. ഇന്നത്തെ ഒന്നാമത്തെ വായന റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. റൂത്ത് 1-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈ റൂത്തിൻ്റെ കഥ വളരെ രസകരമാണ്. റൂത്ത് എന്ന് പറയുന്നത് ഒരു മോവാബ്യ സ്ത്രീയാണ്. മോവാബ്യ സ്ത്രീ യഹൂദ സ്ത്രീ അല്ല, പുറജാതിക്കാരിയാണ്. ഈ മോവാബ്യരുടെ ഉത്ഭവം എവിടെയാണ്? നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമം നന്നായിട്ട് മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ലോത്ത് സൊദോം ഗൊമോറയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പോകുന്നു. ദൈവം പറഞ്ഞതനുസരിച്ച് മലയിലേക്ക് പോയില്ല, പകരം അവരൊരു ചെറിയ പട്ടണത്തിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഒരു മലമുകളിലുള്ളൊരു ഗുഹയിൽ ചെന്ന് താമസിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾക്ക് തോന്നി ഇനി തങ്ങളെ കല്യാണം കഴിക്കാൻ ആരുമില്ല, തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇനി ഒരു കുട്ടി ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ചേട്ടത്തി അനിയത്തും കൂടെ കൂടി പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ച് പൂസാക്കി ബോധം കെടുത്തി. എന്നിട്ട് അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ട് 2 പേർക്ക് ഓരോ കുട്ടിയുണ്ടായി. അതിൽ ഒരാളുടെ കുട്ടിയുടെ പേരാണ് മോവാബ് എന്നുള്ളത്. രണ്ടാമത്തവളുടെ കുട്ടിയുടെ പേരാണ് ബെൻ അമ്മി. ആ 2 പേരിൽ നിന്ന് ഉത്ഭവിച്ച ജനതയാണ് മോവാബ്യരും അതുപോലെ അമ്മോന്യരും. ഇതിൽ ഈ മോവാബ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് റൂത്ത്. ഇവിടെ ഇത് പറയാൻ കാരണം എന്താണ്? കാരണം ഈ ബേത്ലഹത്ത് അല്ലെങ്കിൽ ജെറൂസലത്ത് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു യഹൂദ കുടുംബം അവിടെ ദാരിദ്ര്യമായപ്പോൾ മോവാബ്യ ദേശത്തേക്ക് കുടിയേറി പാർക്കുകയാണ്. നമ്മളൊക്കെ ഒരുപക്ഷെ മലബാറിലേക്കോ ഹൈ റേഞ്ചിലോ കുടിയേറിയതുപോലെ. 2 ആൺമക്കളുണ്ടായിരുന്നു, മഹലോനും കിലിയോനും. അവർക്ക് ഭാര്യയും ഭർത്താവും. അവർ എലിമലേക്ക് എന്ന് പറയുന്ന ഭർത്താവ്, നവോമി എന്ന് പറയുന്ന ഭാര്യ, അവരുടെ മക്കൾ 2 ആൺമക്കൾ. അവസാനം അവർ ഈ മോവാബ്യ ദേശത്ത് വരുന്നു. അവിടെ വന്നിട്ട് അവർ പ്രായപൂർത്തിയായി കല്യാണം കഴിക്കുന്നു. അവിടെ യഹൂദരില്ലാത്തതുകൊണ്ട് അവർ 2 പേരും ഓരോ മോവാബ്യ സ്ത്രീകളെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ അവിടെ താമസിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എലിമലേക്ക്, അതായത് നവോമിയുടെ ഭർത്താവ്, മരിച്ചു. അധികം താമസിക്കാതെ ഈ 2 ആൺമക്കളും മരിച്ചു. പിന്നെ 3 സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്നത്. നവോമി എന്ന് പറയുന്ന അമ്മായിയമ്മയും 2 മരുമക്കളും. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്? നവോമി പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇനിയിപ്പോൾ പട്ടിണിയാണെങ്കിൽ എൻ്റെ ദേശത്തേക്ക് തിരികെ പോവുകയാണ്. കനാൻ ദേശത്ത് യൂദായിലേക്ക് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് പെൺകുട്ടികളോട് അമ്മായിമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ പോയി വേറെ കല്യാണമൊക്കെ ജീവിച്ചോ. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒരാൾ കല്യാണം കഴിച്ച് എനിക്ക് കുട്ടിയുണ്ടായി അവർ പ്രായപൂർത്തിയാകുന്നവരെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ മൂത്തവൾ പറഞ്ഞു ഞാൻ പോവാമെന്ന് പറഞ്ഞ് അവൾ പോയി. പക്ഷേ രണ്ടാമത്തവൾ റൂത്ത്, അവൾ പറഞ്ഞു ഞാൻ അമ്മയുടെ കൂടെ വരുവാണ്. അമ്മ എവിടെ പോകുന്നു അവിടെ, അമ്മ എവിടെ അടക്കുന്നു, മരിച്ചടക്കുന്നു, അവിടെ എന്നെ അടക്കണം. അമ്മയുടെ ബന്ധുക്കളെല്ലാം എൻ്റെ ബന്ധുക്കളുമായിരിക്കും. അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും. ഈ മോവാബ്യർക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല, കാരണം അവർക്ക് വേറെ ദേവതയും ദേവിയൊക്കെ ഉണ്ട്. പക്ഷെ അവൾ പറയുകയാണ് അമ്മയുടെ ദൈവം എൻ്റെ ദൈവം. നമുക്കറിയാം അമ്മയുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, കർത്താവായ ദൈവം. ഇനി നമുക്ക് ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള ഒരു വഴിയിലെത്തി. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ, അതായത് അവരുടെ മാതാപിതാക്കളുടെ അടുത്തേക്ക്. എന്നോടും നിങ്ങൾ മരിച്ചവരോടും, അതായത് നവോമിയുടെ 2 ആൺമക്കളോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ, എന്തിനെന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാരുണ്ടാകുമോ? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ.
വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തികം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ, അതായത് മൂത്ത പുത്രൻ്റെ ഭാര്യ, അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത്, രണ്ടാമത്തവൻ്റെ ഭാര്യ, അവളെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ. ഓർക്കുക, ദേവന്മാരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ. അവളെപ്പോലെ നീയും പോവുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുതമ്മ. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാനുറച്ചു എന്നുകൊണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. ഇതാണ് കഥ. അപ്പോൾ അങ്ങനെ ഇവർ പോവുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കണം, ഈ നവോമി യഥാർത്ഥ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംഭവവികാസമാണ്. അവർ തിരിച്ച് യൂദാദേശത്ത് ചെല്ലുന്നു. അവിടെ നവോമിയുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധുവായ ബോവാസ് എന്ന് പറയുന്ന ധനികനെ കല്യാണം കഴിക്കുന്നു. അവനിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകുന്നു, ഒബേദ് എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിയുടെ മകനാണ് ജസ്സയുടെ മകനാണ് ദാവീദ്. അതായത് ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് ഈശോ വരുന്നത്. രക്ഷകൻ, ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ്റെ വല്യമ്മയാകുന്നത് ഈ പറയുന്ന ഒരു പുറജാതിക്കാരി സ്ത്രീയാണ്. ഇതുപോലെ പിന്നെയുണ്ട് 2-3 സ്ത്രീകളുടെ കാര്യം. റഹാബ് എന്ന് പറയുന്ന ഒരു വേശ്യ ഇടയ്ക്ക് വരുന്നത് കാണാം. അതായത് യഥാർത്ഥത്തിൽ ദൈവം നോക്കുന്ന എന്താണ്? ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണത്. അവിടെ അവൾക്ക് വേണമെങ്കിൽ സ്വന്തം കാര്യം നോക്കി പോകാമായിരുന്നു, ജ്യേഷ്ഠത്തിയായ ഓർഫായെ പോലെ. പക്ഷെ അവളതിന് പോയില്ല. പകരം അമ്മയോട് പറഞ്ഞു, അമ്മയുടെ കൂടെ ഞാനും വരുവാണ്. അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളാണ്, അമ്മയുടെ നാട് എൻ്റെ നാടാണ്. അമ്മ താമസിക്കുന്നത് ഞാനും താമസിക്കും, അവിടെ തന്നെ ഞാനും മരിച്ചടക്കപ്പെടും എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. നോക്ക്, എത്ര വലിയ കൃപയാണ് ദൈവം കാണിച്ചതെന്ന്. എന്നും അവളെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഈശോയുടെ വംശാവലി എടുത്ത് വായിച്ചു നോക്കുക, അതിനകത്ത് റൂത്തിൻ്റെ പേര് കാണും. ഇതാണ് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം നമ്മളെ വലിയവരാക്കും. ഈ 2000 വർഷത്തിനിപ്പുറവും അല്ലെങ്കിൽ ഒരു 3000 വർഷത്തിനിപ്പുറവും റൂത്തിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അവൾക്ക് വേണമെങ്കിൽ പോയി സുഖമായിട്ട് കല്യാണമൊക്കെ കഴിച്ച് ഭർത്താവിനോടൊപ്പം നല്ല സമ്പത്തൊക്കെ സമ്പാദിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും വലുതായിട്ട് കണ്ടത് ഈ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെയാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ സുവിശേഷം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു കഴിയുമ്പോൾ യഥാർത്ഥ ദൈവത്തെ സ്വീകരിക്കാനും ആ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാനും നമ്മൾ പ്രാപ്തരാകണം. അപ്പോഴാണ് നമ്മളിൽ ഫലമുണ്ടായെന്ന് പറയാൻ കഴിയുക. രണ്ടാമത്തെ വായന റോമാലേഖനം 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായ ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും മിശിഹായിൽ ഏക ശരീരമാണ്, എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് നമുക്കുള്ള ദാനങ്ങളും വ്യത്യസ്തങ്ങളാണ്. പ്രവചനപരം വിശ്വാസത്തിന് ചേർന്ന വിധം പ്രവചിക്കുന്നതിലും, ശുശ്രൂഷാപരം ശുശ്രൂഷാ നിർവഹണത്തിലും, അധ്യാപനപരം അധ്യാപനത്തിലും, ഉപദേശപരം ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേതൃത്വം നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. ഇവിടെ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ എന്തിനാണ് പൊങ്ങച്ചം പറയുന്നത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടിയാൽ, സമ്പത്ത് കിട്ടിയാൽ, ജോലി കിട്ടിയാൽ നമ്മൾ പൊങ്ങച്ചം പറയേണ്ട കാര്യമില്ല. ഉള്ളതിലധികം മേന്മ ആരും നടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഉടനെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ആൾക്കാരുടെ പേര് പറയാം. ഞാൻ ഇന്നയാളുടെ ഇന്ന മകൻ്റെ ഇന്നയാളാണ്, ഇങ്ങനെ പറയാൻ തുടങ്ങും. അതെന്തിനാണ്? ഈ പൊങ്ങച്ചം പറയുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്ത വലിയ പ്രവൃത്തികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അവിടെ അങ്ങനെ ആയിരുന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നപ്പം ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം പൊങ്ങച്ചമാണ്. ഇവിടെ ഈ പറയുന്ന റോമാക്കാരോട് പറയുന്നത് എന്താണ്? റോമാക്കാർ അവർ പ്രജാതിക്കാരാണ്, ഇസ്രായേൽക്കാരെ ദൈവം തള്ളിക്കളഞ്ഞു, ഇവരെ തിരഞ്ഞെടുത്തു എന്നുള്ള ആ ഒരു ഭാവം അത് നിങ്ങൾക്ക് വേണ്ട.
നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച അത് വായിച്ചതാണ് ഇതിൻ്റെ ബാക്കി മുൻഭാഗം. അതായത് പൗലോസ് പറയുന്നത്, നിങ്ങളാകുന്ന കാട്ടുമുന്തിരിയുടെ ശാഖകളെ ദൈവം യഥാർത്ഥ ആ മുന്തിരിച്ചെടിയായ അതിൻ്റെ വേരിൽ കൂട്ടിച്ചേർത്താണ്. അതിൽ നിങ്ങൾക്ക് എന്താ അഭിമാനം, അല്ലെങ്കിൽ ദുരഭിമാനം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, പൊങ്ങച്ചം പറയാൻ്റെ കാര്യമൊന്നുമില്ല. ദൈവത്തിന് വേണമെങ്കിൽ ദൈവം ഉപേക്ഷിച്ചെന്ന് തോന്നുന്ന യഹൂദരെ പോലും വീണ്ടും തിരികെ കൊണ്ടുവന്ന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെ ദൈവത്തിന് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മൾ കർത്താവിൻ്റെ ശരീരമാണ്, ഈ ശരീരത്തിൻ്റെ ശിരസ്സാണ് കർത്താവ്. അതുപോലെ തന്നെ നമ്മളെല്ലാം അവയവങ്ങളാണ്. ഈ അവയവങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതല്ലേ. കൈ, അത് കാലുമായിട്ടും മൂക്കുമായിട്ടും കണ്ണുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടതല്ലേ. കണ്ണിന് പറയാൻ പറ്റുമോ, ഞാനാണ് എല്ലാം കാണുന്നത്, അതുകൊണ്ട് കൈയുടെ സേവനമൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ കണ്ണിലൊരു ഈച്ച പോയാൽ, കരട് പോയാൽ കൈ ചെല്ലണം. അതുപോലെ തന്നെ കാല് പറയും, ഞാനാണ് നിങ്ങളെല്ലാം ചുവന്നുകൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നിങ്ങളൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ കാലൊരു മുള്ളു കൊണ്ടാലും കൈ ചെല്ലണം. ഇനി ഇതൊക്കെ ചെന്നാലും മൂക്കിന് മണക്കാനുള്ള കഴിവില്ലെങ്കിൽ എന്താ പ്രയോജനം? നമ്മൾ അതിലിതെല്ലാം ചെന്ന് ചാടും, വൃത്തികേട്ട സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ചാടും. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് ഒരു ശരീരമായിട്ട് കർത്താവിൻ്റെ ആ പ്രബോധനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് സഭാസമൂഹത്തിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, വലിപ്പച്ചെറുപ്പം എന്ന് പറയും, നമുക്കൊരു ദൗത്യം കിട്ടിയിട്ടുണ്ടാവും. ഒരു പക്ഷേ എനിക്ക് കിട്ടിയ ദൗത്യം ഒരു രൂപതയിലെ ആളുകളെ മുഴുവൻ ശുശ്രൂഷിക്കാനായിരിക്കും. ചെറിയൊരു ഇടവകയിലെ അച്ഛന് കിട്ടുന്നത് അത്രയും ആളുകളെ ശുശ്രൂഷിക്കാനായിരിക്കും. അപ്പോൾ നമുക്ക് എന്തോരം ഉണ്ടെന്നുള്ളതല്ല, ദൈവം നമുക്കൊരു ദൗത്യം തന്നു, അത് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്നത്രയും ചെയ്യുന്നു. അതിന് ഞാൻ വലിയ ആളായതുകൊണ്ട്, എനിക്ക് വലിയ പഠിപ്പുണ്ടായതുകൊണ്ട് എൻ്റെ ദൈവം തിരഞ്ഞെടുത്തതല്ല. പ്രത്യേകത ദൈവം എന്നെ ഏൽപ്പിച്ചു, എന്നോട് പറ്റുന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ഈ സഭാഗാത്രത്തെ, ശരീരത്തെ കാണാനായിട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ സുവിശേഷം അത് പ്രവർത്തിക്കാൻ തുടങ്ങി ഫലവത്തായി എന്ന് പറയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഐക്യബോധം നമുക്കുണ്ടാവണം. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഇന്ന് ആയിരക്കണക്കിന് വിഭാഗങ്ങളായിട്ട് കർത്താവിൻ്റെ ശരീരം വിഭജിക്കപ്പെട്ടു പോയില്ലേ? ഇനി കത്തോലിക്ക സഭയിൽ തന്നെ എത്രയായിട്ട് വിഭജിക്കപ്പെട്ടു പോയി, ഒരു രൂപതയിൽ തന്നെ എത്രയായിട്ട് വിഭജിക്കപ്പെട്ടു പോയി, ഒരു ഇടവകയിൽ തന്നെ എത്രയായിട്ട് വിഭജിക്കപ്പെട്ടു പോയി. നമ്മളെല്ലാം വിഭാഗീയരുടെ ആൾക്കാരായി മാറി. ഇതിനെയാണ് കർത്താവ് പൗലോസ് ചോദ്യം ചെയ്യുന്നത്. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് അവസാനം പ്രാർത്ഥിച്ചിട്ട് പോയത് മറ്റൊന്നല്ല, പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന അവർക്ക് വേണ്ടി അവരെല്ലാവരും നമ്മെപ്പോലെ ഒന്നായിരിക്കാൻ. നമ്മൾ 3 പേരും, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഈ ഒന്നാകൽ, കൂട്ടായ്മ, അതാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ധാർഷ്ട്യത്തെയും അതുപോലെ പൊങ്ങച്ചത്തെയും എല്ലാം കളഞ്ഞ് നമ്മളെല്ലാം ഒരേ രീതിയിൽ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് തോന്നുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.